ഹായ് ഫ്രണ്ട്സ്, കല്യാണപ്പുരയിലെ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ആ കൂട്ടുകറി ഒന്ന് എളുപ്പത്തിൽ നമുക്കും വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകറിക്ക് നമ്മൾ കടലപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് 100 ഗ്രാം കടലപ്പരിപ്പാണ്. ഇത് തലേന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. നിങ്ങൾക്ക് കടല വേണമെങ്കിൽ അത് യൂസ് ചെയ്യട്ടോ. പിന്നെ ഇത് ചേന നന്നായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു വാഴക്കയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞത് ഇങ്ങനെ മുറിച്ചെടുക്കുക. നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് കടലപ്പരിപ്പും ചേനയും വാഴയ്ക്കും ഒരുമിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതായത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതി. അത് വെച്ചിട്ട് വിസിലിടാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 പിടി തേങ്ങ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ജീരകം ഇടുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാ ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. എനിക്ക് മധുരം കുറച്ചും കൂടി വേണ്ടതുകൊണ്ട് ഞാൻ 2 ശർക്കരയാണ് ഇവിടെ എടുത്തത്. അപ്പോൾ നമ്മൾ വേവിച്ചതിലേക്ക് ശർക്കര ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കാണ് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ട്, അപ്പോൾ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറവിടാനുള്ള തേങ്ങ സെറ്റാക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയും കുറച്ചൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. അതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ സെറ്റായി വെച്ചതിലേക്ക് നമുക്ക് ഈ വറവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കടലപ്പരിപ്പിനോട് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ മധുരത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരു ശർക്കര ഇട്ട് നോക്കിയിട്ട് മധുരം വേണം തോന്നുകയാണെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.